അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫിത്ർ സക്കാത്തിനെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ചെറിയ രൂപത്തിൽ പറയാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ നാം എല്ലാവരും അറിഞ്ഞതുപോലെ തന്നെ നോമ്പിൻ്റെ ഒരുപാട് ശ്രേഷ്ഠതയും കൂലിയും അത് ആകാശഭൂമികളുടെ മധ്യത്തിൽ നിർത്തപ്പെട്ടിരിക്കുന്നു. അത് ആകാശത്തിലേക്ക് ഉയരണമെങ്കിൽ ഇസ്ലാം വെച്ച ഒരു നിബന്ധനയാണ് ഫിത്ർ സക്കാത്ത്. അത് കൊടുക്കലോടുകൂടി അള്ളാഹു റബ്ബു സുബ്ഹാനഹു വ തആല ആ നോമ്പ് ആ കൂലിനെ അള്ളാഹു തആല ആകാശത്തിലേക്ക് ഉയർത്തപ്പെടുകയും അതിൻ്റെ കൂലി നമുക്ക് ലഭിക്കുകയും റമദാൻ മാസത്തിൽ വന്ന കുറവുകൾ പരിഹരിക്കുകയും ചെയ്യും. സ്വത്തിൻ്റെ സക്കാത്ത് നമ്മുടെ സ്വത്തിനെ മുതലിനെ ശുദ്ധിയാക്കിയതുപോലെ തന്നെ ഫിത്ർ സക്കാത്ത് കൊണ്ട് നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കുന്നു. ഇനി ഫിത്ർ സക്കാത്ത് കൊടുക്കുമ്പോൾ നിയത്ത് നിർബന്ധമാണ്. 1. 2 അവകാശികൾക്ക് കൊടുക്കണം. നിയത്ത് അരി ഇങ്ങനെ ഓവരി വെക്കുമ്പോൾ ഓരോരാളെ നിയത്ത് വെക്കാം. ഇത് എൻ്റെ ഫിത്ർ സക്കാത്താണ്, അല്ലെങ്കിൽ ഇത് എൻ്റെ ഭാര്യയുടെ ഫിത്ർ സക്കാത്താണ്, അല്ലെങ്കിൽ ഇത് എൻ്റെ മകൻ്റെ ഫിത്ർ സക്കാത്താണ്. ഇങ്ങനെയും നിയത്ത് വെക്കാം. അല്ലെങ്കിൽ കെട്ടിവെച്ചതായിരിക്കുന്ന അരിയെ അവകാശികൾക്ക് കൊടുക്കുമ്പോൾ അങ്ങനെയും നിയത്ത് കരുതാം. ഇനി എപ്പോഴാണ് കൊടുക്കേണ്ടത്, എവിടെയാണ് കൊടുക്കേണ്ടത്? റമദാനിൻ്റെ അവസാന സെക്കൻഡ്, ഷവ്വാലിൻ്റെ ആദ്യ സെക്കൻഡ്, അതായത് പെരുന്നാളിൻ്റെ മാസം ആ കണ്ട സമയം മഗ്‌രിബോട് കൂടെ നമുക്ക് ഫിത്ർ സക്കാത്ത് നിർബന്ധമായി കൊടുക്കൽ. പിന്നെ ആ സന്ദർഭത്തിൽ വ്യക്തികൾ എവിടെയാണോ അവിടെയാണ് കൊടുക്കേണ്ടത്. കോഴിക്കോടിലുണ്ടെങ്കിൽ അവിടെ കൊടുക്കുക, ഗൾഫിലുണ്ടെങ്കിൽ അവിടെയാണ് കൊടുക്കേണ്ടത്, ബാംഗ്ലൂരിലുണ്ടെങ്കിൽ അവിടെയാണ് കൊടുക്കേണ്ടത്, മംഗലാപുരത്തുണ്ടെങ്കിൽ അവിടെയാണ് കൊടുക്കേണ്ടത്. ഇനി എന്താണ് കൊടുക്കേണ്ടത്? നാട്ടിലെ മുഖ്യ ഭക്ഷ്യ ധാന്യമാണ് കൊടുക്കേണ്ടത്. അതായത് അരി. അത് ബിരിയാണിൻ്റെ അരിയും കൊടുക്കാം, നെയ്ച്ചോറിൻ്റെ അരിയും കൊടുക്കാം. അതിന് പകരം കാശ് കൊടുത്താൽ സക്കാത്ത് വീടൂല. ഭക്ഷണമുണ്ടാക്കി കൊടുത്താലും സക്കാത്ത് വീടൂല. അത് നിസ്കാരത്തിൻ്റെ മുമ്പ്, പെരുന്നാൾ നിസ്കാരത്തിൻ്റെ മുമ്പ് കൊടുക്കലാണ് ഹഫ്ളൽ.